ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മാർച്ച് ആകുമ്പോൾ പുതിയ വീഡിയോസ് ഇടാമെന്ന് പറഞ്ഞായിരുന്നു ഉത്സവത്തിൻ്റെ. ഞങ്ങളവിടുത്തെ അമ്പലത്തിലെ ഉത്സവമാട്ടോ, മീനഭരണിയാണേ. മീനഭരണി 10 ദിവസത്തെ ഉത്സവമായിരുന്നു. ദേവീക്ഷേത്രമാണ്. തൃപ്പൂണിത്തുറ ഭഗവതി ക്ഷേത്രം എന്നാണ് പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലെ പനേറ എന്ന ദേശത്താണ് തൃപ്പൂണിത്തുറ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മീനഭരണിയിലായിട്ട് 10 ദിവസമായിട്ടാണ് നമ്മുടെ ഈ ഉത്സവം കൊണ്ടാടുന്നത്. പ്രസിദ്ധമായ കാളിയൂട്ടെന്ന് എന്ന് പറയുന്നത് കുറേ നാൾക്ക് ശേഷം നടത്തിയൊരു അമ്പലമാണ്. നമ്മൾ നടത്തിയിരുന്നു, കുറേ നാൾ നടത്തിക്കൊണ്ട് വന്നിരുന്ന ഒരു അമ്പലമാണ്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് അത് നിർത്തലാക്കുകയും പിന്നെ കുറേ വർഷങ്ങൾക്ക് 10-16 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നും ഇപ്പോൾ കഴിഞ്ഞ വർഷം കാളിയൂട്ട് നടന്നൊരു അമ്പലമാണ് കേട്ടോ. നമ്മുടെ അമ്മ ഭഗവതിയായിട്ട് ഭദ്രകാളി ദേവി വാണരുളുന്ന സ്ഥലമാണ് തൃപ്പൂണിത്തുറ ഭഗവതി ക്ഷേത്രം. നമ്മുടെ ചിറങ്കീഴ് ശാർക്കര മീനഭരണിയില്ല, സെയിം അതേപോലെ തന്നെയാണ് കേട്ടോ. അവിടെയും കാളിയൂട്ട് നടക്കുന്നൊരു അമ്പലമാണ്. അതേപോലെ തന്നെയാണ്. ഇതാ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഭദ്രയുടെ മണ്ണിലേക്ക് സ്വാഗതം എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആർച്ച് കണ്ടാൽ തന്നെ നല്ലൊരു ഉന്മേഷമാണ് കേട്ടോ. ആ അമ്പലത്തിൻ്റെ 2 സൈഡിലായിട്ട് വയലുണ്ട്. ഒരു കൊച്ചു കുളം, അങ്ങനെ അമ്പലക്കുളം, ചെറിയ ഒരു കുളമുണ്ട്. പിന്നെ ഇങ്ങനെ വയലുണ്ട്. ആ വയലിൽ നിറച്ചും ലൈറ്റിങ്സ് ചെയ്തിരിക്കുകയാണ്. അമ്പലം ഫുള്ള് മൊത്തം ലൈറ്റിങ്സായിട്ട് അലങ്കരിച്ച് എല്ലാവർക്കും ഫോട്ടോ സെക്ഷനുള്ള സ്ഥലവും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒത്തിരി സ്ഥലമുണ്ട് കേട്ടോ. അമ്പലത്തിന് ഒരുപാട് പറമ്പുണ്ട്. അന്നേരം അവിടെയൊക്കെ തന്നെയാണ് ഈ ലൈറ്റിങ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ അവിടെ നാളെ ദേവിക്ക് പൊങ്കാലയാണ്. എനിക്കും ഉണ്ട് പൊങ്കാല കേട്ടോ. എല്ലാവരും അനുഗ്രഹിക്കണം. പൊങ്കാലയൊക്കെ ഇട്ട് നല്ലപോലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. പിന്നെ ഈ അടുപ്പുകൾ കണ്ടോ കൂട്ടിയിരിക്കുന്നത്, എല്ലാവർക്കും നിന്ന് ചെയ്യാനുള്ള സൗകര്യത്തിൽ ഈ ദേശവാസികൾ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. അവരെല്ലാം ഒത്തൊരുമയായിട്ട് നിന്ന് ചെയ്തെടുക്കുന്നതാണ്. രാവിലെ നമ്പർ ഇടും, ചുടുകറ്റയ്ക്ക് നമ്പർ ഇടും. നമുക്ക് കൂപ്പൺ തന്നിട്ടുണ്ട്. അപ്പോൾ കൂപ്പൺ അനുസരിച്ച് ആ നമ്പർ നോക്കി എല്ലാവർക്കും വന്ന് നിൽക്കാവുന്നതാണ്. അടുപ്പ് നമ്മൾ പിടിച്ചിടുന്നതല്ല, ഇവർ അടുക്കി വയ്ക്കുന്നത് നമ്മുടെ നമ്പർ നോക്കി പോയി നിന്ന് ഇടണം. അപ്പോൾ ആർക്കും വലിയ പ്രശ്നം ഉണ്ടാകത്തില്ലല്ലോ. പണ്ടാരടുപ്പുണ്ട്. പണ്ടാരടുപ്പിൽ തീ കത്തിക്കും. അപ്പോഴത്തേക്കും നമുക്കും പണ്ടാരടുപ്പിൽ നിന്ന് തീ പകർന്ന് നമുക്കും കത്തിക്കാവുന്നതാണ്. രാവിലെ 8:30ക്കാണ് പൊങ്കാല. 10:30ക്ക് നേദിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ദേവിക്ക് നേരത്തെ തന്നെ നമ്മൾ പൊങ്കാലയിടും. ഒരുപാട് പൊങ്കാലയുണ്ടാവും ഇത്തവണ കേട്ടോ. അതുകൊണ്ടാണ് ഒരു സൈഡാണ് കേട്ടോ. എല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെ വീടിൻ്റെ അവിടെ വരെ നല്ല ലൈറ്റിങ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും എന്ത് പറയുന്നത്, എല്ലാവർക്കും ഈ ഭദ്രയുടെ മണ്ണിലേക്ക് സ്വാഗതം. എല്ലാവരും പ്രാർത്ഥിക്കണം. പൊങ്കാല കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഓക്കെ, താങ്ക് യു.